ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് പിന്നെയും നമുക്കൊരുമിച്ച് ഇങ്ങനെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നൽകി തരുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്നു. കർത്താവ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട് നമ്മെ ബലപ്പെടുത്തുകയും ചെയ്തു. അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രിയിൽ പിന്നെയും ദൈവത്തിൻ്റെ വചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ കഴിഞ്ഞ ആഴ്ച നമുക്ക് പഠിക്കാനായിട്ട് ചർച്ച ചെയ്യാനായിട്ട് ദൈവം സഹായിച്ചു. ഇന്ന് നമ്മൾ അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങളാണ് വായിക്കാനായിട്ട് പോകുന്നത്. എഫേസ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-6 വാക്യങ്ങൾ. അവിടെ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്: ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അതോ ജാതികൾ സുവിശേഷത്താൽ ക്രിസ്തുവേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളാകണം എന്നുള്ളത് തന്നെ. അപ്പം ആ 5-ാം വാക്യം ആരംഭിക്കുമ്പോൾ പറയുന്നത് എന്താണ്? ആ മർമ്മം. അപ്പം അവിടെ ആ മർമ്മത്തെക്കുറിച്ച് പറയുക. എന്താണ് മർമ്മം എന്ന് ചോദിച്ചാൽ അതിൻ്റെ 4-ാം വാക്യത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു എന്താണ് ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം എന്ന് 4-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്. മിസ്റ്ററി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മം. ആ മർമ്മം, ഇപ്പം ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആ മർമ്മം അത് അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? അവിടെ അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്: ഈ ക്രിസ്തുവിൻ്റെ മർമ്മം. ആ ക്രിസ്തുവിൻ്റെ മർമ്മം എന്താണെന്നാണ് 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അവിടെ നമ്മൾ വരുമ്പോൾ ചിന്തിക്കും. അപ്പോൾ ആ ക്രിസ്തുവിൻ്റെ മർമ്മം അത് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതുപോലെ, ഇപ്പോൾ വെളിപ്പെട്ടതുപോലെ പൂർവകാലങ്ങളിൽ, അതായത് പണ്ടത്തെ കാലത്ത് മനുഷ്യർക്ക് അറിയാമായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ആ മർമ്മം എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു. 2-ാം അധ്യായം പഠിച്ചപ്പോൾ മൊത്തം നമ്മൾ അതേക്കുറിച്ച് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതായത് യഹൂദന്മാരെയും ജാതികളെയും ഒരുമിച്ച് ചേർത്ത് ഇവരെ ഒരുമിച്ച് ദൈവവുമായിട്ട് നിരപ്പിക്കുക, അതാണ് ആ മർമ്മം എന്ന് പറയുന്നത്. അപ്പം ആ മർമ്മം എന്താണ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ മർമ്മം, ഈ ഒരു കാര്യം അത് പണ്ട് മനുഷ്യർക്ക് എന്ത് ചെയ്തിരുന്നില്ല? വെളിപ്പെട്ട് വന്നിരുന്നില്ല. എന്ന് വെച്ചാൽ എന്താ അവിടുത്തെ പറയുന്നതെന്ന് ചോദിച്ചാൽ, പണ്ട് ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്ന, അതായത് ക്രിസ്തുവിന് മുൻപ്, ക്രിസ്തു വരുന്നതിന് മുൻപ് ആളുകളുടെ ഉള്ളിലുണ്ടായിരുന്ന ചിന്ത എന്ന് പറയുന്നത് യഹൂദന്മാർക്ക് മാത്രമേ ദൈവവുമായിട്ടുള്ള ബന്ധമുള്ളൂ, മറ്റാർക്കും ദൈവവുമായിട്ട് ബന്ധമില്ല എന്നുള്ള ഒരു ചിന്തയായിരുന്നു മനുഷ്യർക്ക്, പ്രത്യേകിച്ച് യഹൂദന്മാർക്ക് ഉണ്ടായിരുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോഴും ആ ബൈബിളിലെ പല കാര്യങ്ങളും മനസ്സിലാക്കുമ്പോഴുമൊക്കെ നമുക്ക് ആ കാര്യം വ്യക്തമായിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇപ്പം നമ്മൾ സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ തന്നെ അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ഈ ഇസ്രായേല്യരുടെ ഇടയിൽ തന്നെ ഒരു വേർതിരിവുണ്ടായിരുന്നു. അതായത് യഹൂദന്മാരും സമര്യരും എന്നുള്ള വേർതിരിവ്. ശരിക്കും പറഞ്ഞാൽ ഈ വേർതിരിവ് പഴയ നിയമത്തിൽ തുടങ്ങിയതാണ്. പഴയ നിയമത്തിൽ സലോമോൻ്റെ മകനായ രഹബയാം രാജാവാകാനായിട്ട് വരുമ്പോൾ യൊരോബയാം എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയുടെ നേതൃത്വത്തിൽ 10 ഗോത്രങ്ങൾ അവർ ഈ രഹബയാമിനോട് വിഘടിച്ച്
താനുമായിട്ട് ചേർന്ന് പോകാനായിട്ട് കഴിയാതെ അവർ വിഘടിച്ച് യൊരോബെയാമിൻ്റെ നേതൃത്വത്തിൽ അവർ ഒരു സെപ്പറേറ്റ് ഒരു രാജ്യമായിട്ട് മാറി. അപ്പം 10 ഗോത്രങ്ങൾ ആ രാജ്യത്തിലും 2 ഗോത്രങ്ങൾ, യഹൂദ ഗോത്രവും ബെന്യാമീൻ ഗോത്രവും, ഈ 2 ഗോത്രങ്ങൾ രഹബയാമിനോട് കൂടെ നിന്നു. അപ്പം രഹബയാമിനോട് കൂടെ നിന്ന് ആ 2 ഗോത്രങ്ങൾ യഹൂദ ദേശം അല്ലെങ്കിൽ യഹൂദ രാഷ്ട്രമെന്നും, യൊരോബെയാമിൻ്റെ കൂടെ പോയ 10 ഗോത്രങ്ങൾ ഇസ്രായേൽ രാഷ്ട്രം എന്ന പേരിലും അറിയപ്പെടാനായിട്ട് തുടങ്ങി. അല്ലെങ്കിൽ ബൈബിൾ അവരെ വിശേഷിപ്പിക്കുന്ന മറ്റൊരു പേരുണ്ട്, തെക്കേ ദേശം, വടക്കേ ദേശം. തെക്കേ ദേശം എന്ന് പറയുന്നത് ഈ 2 ഗോത്രങ്ങൾ രഹബയാമിൻ്റെ കൂടെ നിന്ന് 2 ഗോത്രങ്ങളെയാണ് തെക്കേ ദേശം എന്ന് വിശേഷിപ്പിക്കുന്നത്. യൊരോബെയാമിൻ്റെ കൂടെ പോയ 10 ഗോത്രങ്ങളെ വടക്കേ ദേശം എന്നുള്ള പേരിലുമാണ് ബൈബിൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്പ്ലിറ്റ് അവിടെ വച്ച് തന്നെ ആരംഭിച്ചു. അത് കഴിഞ്ഞ് മുൻപോട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഈ വടക്കേ ദേശം അല്ലെങ്കിൽ 10 ഗോത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇസ്രായേൽ രാജ്യം അവർ തുടക്കം മുതൽ തന്നെ യഹോവയെ ഉപേക്ഷിച്ച് അവർ മറ്റ് ദേവന്മാരുടെ പുറകെ പോകുന്നതായിട്ട് നമ്മൾ കാണുന്നു. യഹൂദയും വലിയ മെച്ചമൊന്നുമല്ലായിരുന്നു, അവരും പോകുന്നു. എന്നാൽ ആദ്യം തൊട്ട് പോയി അതിനകത്ത് തന്നെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഇസ്രായേൽ രാജ്യം അല്ലെങ്കിൽ വടക്കേ ദേശമായിരുന്നു. അതുകൊണ്ട് ദൈവം അവരെ ആദ്യം പ്രവാസത്തിലേക്ക് അയക്കുന്നു. ആ പ്രവാസത്തിലേക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ, കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, ഇവരെ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ടുപോയ ആ രാജാവ് ഈ ദേശത്ത് താമസിക്കാനായിട്ട് കുറേ പേരെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അവർക്ക് യഹോവയുടെ ന്യായപ്രമാണം കൃത്യമായിട്ട് അറിയാത്തത് കൊണ്ട് അവർ യഹോവയെയും അന്യദേവന്മാരെയും ഒരുമിച്ച് സേവിക്കുന്ന ഒരു ജനമായിട്ട് മാറി അവരെയാണ് സമര്യർ എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത്. എന്നാൽ ഇപ്പുറത്തുള്ള തെക്കേ ദേശത്തുള്ള ആ 2 ഗോത്രങ്ങളിൽപ്പെട്ടവർ അവർ യഹൂദർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു. അപ്പം ഇങ്ങനെ 2 ഗ്രൂപ്പ് സുവിശേഷങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഇവരുടെ ഉള്ളിൽ തന്നെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ ഈ 2 ഗ്രൂപ്പുകളെയും കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? കർത്താവ് സമര്യക്കാരി സ്ത്രീയുമായിട്ട് സംസാരിക്കുകയും ആ രീതിയിൽ കുറേ സമര്യർ യേശുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് അവിടെ നമ്മൾ വായിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ, 4-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സമര്യ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ സമര്യക്കാരിയായ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യഹൂദന്മാർക്കും സമര്യക്കാർക്കും തമ്മിൽ സമ്പർക്കമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സമര്യക്കാരെ യഹൂദന്മാരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കുക. അവരുമായിട്ട് ഇവർക്ക് എന്തില്ല? ബന്ധമില്ല. കാരണം യഹൂദന്മാർ പറയുന്നത് ഞങ്ങളാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ ജനമെന്ന് പറയുന്നത് മറ്റാരുമല്ല, സമര്യർ ഉൾപ്പെടെ മറ്റാരുമല്ല. അതുകൊണ്ട് സമര്യരെ കണ്ടാൽ മിണ്ടാനോ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാനോ അവരുമായിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ ഒന്നും ആര് തയ്യാറില്ലായിരുന്നു? ഈ യഹൂദന്മാർ തയ്യാറല്ലായിരുന്നു. ഒരു കണക്കിന് പറഞ്ഞാൽ വേർപാട്, അല്ലേ? വേർപാട് അതവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഇത് കർത്താവ് തന്നെ അവിടെ വെച്ച് ഡീൽ ചെയ്യാനായിട്ട് തുടങ്ങി. അനേക സമര്യരെന്ത് ചെയ്തു? കർത്താവിൽ വിശ്വസിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം ഈയൊരു വേർപാടിൻ്റെ നടുച്ചോറ്, ഈയൊരു വേർതിരിവ് കർത്താവിൻ്റെ ശുശ്രൂഷ, പരസ്യ ശുശ്രൂഷ സമയത്ത് തന്നെ കർത്താവ് എന്ത് ചെയ്തു? ആ ഒരു വേർതിരിവ് അവിടെ വെച്ച് മാറ്റുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയാം. കർത്താവ് വന്നത് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കാനല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ പല സഭകളും പല ആത്മീകരെന്ന് അഭിമാനിക്കുന്ന പല ആളുകളും കർത്താവിൻ്റെ പേരും പറഞ്ഞ് മനുഷ്യരെ തമ്മിൽ വേർതിരിക്കുന്ന പരിപാടിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്.
അതല്ല കർത്താവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ശുശ്രൂഷ അതല്ല. കർത്താവിനെ അംഗീകരിക്കാതെ വേർതിരിവ് കാണിക്കുന്നവർ അവർ കാണിക്കട്ടെ. പക്ഷേ കർത്താവിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ആരോടും വേർതിരിവ് കാണിക്കാനായിട്ട് ആ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ വേർപാട് എന്നുള്ള ഉപദേശം നമ്മുടെ സഭകൾക്കകത്ത് കടന്നുകൂടിയിരിക്കുന്ന ഒരു വലിയൊരു അപകടമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വേർപാട് എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ മനുഷ്യരുമായിട്ടുള്ള വേർപാടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്ന വേർപാട് ലോകത്തിൻ്റെ സിസ്റ്റവുമായിട്ട്, മനുഷ്യരുടെ ഒരു സ്വഭാവ രീതിയുണ്ട്, ആ സ്വഭാവ രീതിയുമായിട്ടുള്ള ഒരു വേർപാടാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. മനുഷ്യരെ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തുക എന്നുള്ളതല്ല ബൈബിൾ പഠിപ്പിക്കുന്ന വേർപാട്. അവർ സംസാരിക്കുന്നത് പോലെ, അവർ ഇടപെടുന്നത് പോലെ, അവർ ചെയ്യുന്നത് പോലെ നാം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന വേർപാട്. അതായത് ബൈബിളിലെ വേർപാടെന്ന് പറയുന്നത് സ്വഭാവത്തിലെ വേർപാടാണ്. അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. മനുഷ്യർ തമ്മിൽ മിണ്ടാതിരിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ അവരുടെ വീട്ടിൽ പോകാത്ത, അവർ എൻ്റെ വീട്ടിൽ വരാത്ത, ഞങ്ങൾ ഒരുമിച്ച് മിണ്ടാത്ത, മറ്റുള്ളവരെ അംഗീകരിക്കാത്ത ഒരു വേർപാടല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഇവർ സമര്യരെ അംഗീകരിക്കാതെ അവരെ മാറ്റി നിർത്തുന്ന മനുഷ്യരെ മാറ്റി നിർത്തുന്ന ഒരു വേർപാടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ യോഹന്നാൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കർത്താവ് ആ വേർപാട് ഇടിച്ചു കളയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇനി അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുസലേമിലും യഹൂദ്യയിൽ എല്ലായിടത്തും സമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകുന്ന കർത്താവ് പറഞ്ഞത്. അപ്പോൾ കർത്താവ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മനുഷ്യരെ മാറ്റി നിർത്താൻ, വേർതിരിച്ച് നിർത്താനായിട്ട് പരിശുദ്ധാത്മാവുള്ളവർക്ക് കഴിയില്ല. അവർക്കറിയാം ദൈവവചനം പഠിപ്പിക്കുന്ന വേർപാടെന്ന് പറയുന്നത് സ്വഭാവത്തിലെ വേർപാടാണ്, ജീവിത ശൈലിയിലെ വേർപാടാണ്. അതിന്ന് നമ്മുടെ സഭകളിൽ പഠിപ്പിക്കുന്നില്ല. അതിന്ന് നമുക്ക് വിഷയമല്ല. വഴക്കുണ്ടാക്കുന്നതും, മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുന്നതും, മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുന്നതും, മറ്റുള്ളവരെ വിധിക്കുന്നതും, മറ്റുള്ളവരെ കൊച്ചാക്കി കാണിക്കുന്നതും, അവരെ അപമാനിക്കുന്നതും, അവരെ ധിക്കരിക്കുന്നതും, ഇതൊന്നും വേർപാടിൻ്റെ ഡെഫിനിഷനകത്ത് ഇന്നത്തെ സഭകൾക്കകത്ത് വരുന്നില്ല. ഇന്നത്തെ സഭകൾ പഠിപ്പിക്കുന്ന വേർപാടെന്ന് പറയുന്നത് മനുഷ്യനെ കണ്ടാൽ മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അതല്ല വേർപാട്. വേർപാടെന്ന് പറയുന്നത് സ്വഭാവത്തിലുള്ള വേർപാടാണ്. ലോകമനുഷ്യൻ അവൻ്റെ കൾച്ചറിൽ, അവൻ്റെ സാംസ്കാരിക രീതിക്കനുസരിച്ച് പോകാത്തവരെ അവൻ മാറ്റി നിർത്തുമ്പോൾ യഥാർത്ഥ വേർപാടെന്ന് പറയുന്നത് അവരെ ചേർത്ത് നിർത്തുന്ന സ്നേഹം നാം പ്രകടിപ്പിക്കുന്നതാണ് യഥാർത്ഥ വേർപാടെന്ന് പറയുന്നത്. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. കർത്താവ് അതാണ് ചെയ്തത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ സുവിശേഷങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. കർത്താവ് ചെയ്തത് മനുഷ്യരെ മാറ്റി നിർത്തുകയല്ല. കർത്താവ് ചെയ്തത് മനുഷ്യരെ അവരുടെ പാപങ്ങളുടെ പേരിൽ പോലും അകറ്റി നിർത്തുകയല്ല കർത്താവ് ചെയ്തത്, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തത്. സഭയുടെ ദൗത്യവും തെറ്റിപ്പോകുന്നവരെ വിധിച്ചു പുറന്തള്ളുന്നതല്ല സഭയുടെ ദൗത്യം, അതല്ല സഭയുടെ വേർപാട്. അവരെ ചേർത്ത് പിടിക്കുന്ന സഭയുടെ വേർപാടെന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും ചെറുപ്പക്കാർ സഭയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം ഇതാ. അവരെ ചേർത്ത് പിടിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ്. നമുക്കവരെ വിധിക്കാനായിട്ട് വളരെ എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. അവരെ തെറ്റുകാരായിട്ട് ചിത്രീകരിക്കാൻ നമുക്ക് എളുപ്പമായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ
അവരെ ചേർത്ത് പിടിക്കാനും അവരെ സ്നേഹിക്കാനും ആ സ്നേഹത്തിൽ അവരെ കർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമുക്ക് കഴിയുന്നില്ലെന്നുള്ളതാണ് ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത്. ഇത് ചെയ്യാതെ പ്രിയമുള്ളവരെ, യൗവനക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വെറും വാചകമടി മാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. മറക്കരുത്. അപ്പം സമര്യരുമായിട്ടുള്ള ഈ വേർപാട് കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് അത് പൊളിച്ചു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞിട്ടും അവർ യെരുശലേമിൽ തന്നെ കൂടിയിരുന്നപ്പോൾ കർത്താവ് എന്ത് ചെയ്തു? യെരുശലേമിൽ ഒരു വലിയ ഉപദ്രവം അയച്ചിട്ട് അപ്പോസ്തലന്മാർ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം ചെതറിച്ച് കളഞ്ഞു. ആ ചെതറിപ്പോയവർ അവർ പോയ സ്ഥലങ്ങളിൽ സുവിശേഷം അറിയിച്ചുകൊണ്ട് പോയി. ഫിലിപ്പോസ് സമരിയിലെത്തി, അവിടെ സുവിശേഷം അറിയിച്ചു, അനേകർ സ്നാനപ്പെട്ടു. അവിടേക്ക് അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കേണ്ടതിന്, അവരുടെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതിന് അപ്പോസ്തലന്മാരായിട്ടുള്ള പത്രോസും യോഹന്നാനും യെരുശലേമിൽ നിന്ന് അവിടേക്ക് കൊണ്ടുപോയി. അവർ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചു. ഇതാ സംഭവിക്കുന്നത്. അപ്പം ആദ്യകാലത്ത് മനുഷ്യർക്കിത് വെളിപ്പെട്ടില്ലായിരുന്നു, എന്നാൽ കർത്താവ് അത് വെളിപ്പെടുത്തി. ഇനി വിജാതീയരെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം വിജാതീയരെ കുറിച്ച് അവർ പറഞ്ഞിരുന്നത്, ചിന്തിച്ചിരുന്നത് അവർക്ക് ദൈവവുമായിട്ടൊരു ബന്ധവുമില്ലെന്നും അവർ നരകത്തിൽ തീ കെടാതിരിക്കാനായിട്ട് വിറക് കൊള്ളികളായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നവരാണ് വിജാതീയർ എന്നാണ് യഹൂദന്മാർ വിശ്വസിച്ചിരുന്നത്. എന്ന് വെച്ചാൽ എന്താ അതിൻ്റെ അർത്ഥം? നരകത്തിൽ തീ കെട്ടുപോകാതിരിക്കാനുള്ള വിറക് കൊള്ളികളായിട്ടാണ് ദൈവം അവരെ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അവർക്കൊരിക്കലും സ്വർഗത്തിലെത്താനായിട്ട് കഴിയില്ല. അവരെ ദൈവം സൃഷ്ടിച്ചത് തന്നെ എവിടേക്ക് പോകാനായിട്ടാണ്? നരകത്തിലേക്ക് പോകാനായിട്ടാണ് എന്നാണ് അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ രീതിയിൽ ആയിരുന്നു വിജാതീയരെ കണ്ടിരുന്നത്. മാത്രമല്ല, അവർ വിജാതീയരെ നായ്ക്കളെ പോലെയാണ് കണ്ടിരുന്നത്, നായ്ക്കളെ പോലെ. അപ്പം ഈ രീതിയിൽ മനുഷ്യരെ തമ്മിൽ വേർപിരിച്ച് നിർത്തുന്ന ഒരു സംസ്കാരവും ജീവിത രീതിയുമായിരുന്നു യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഈ യഹൂദന്മാരെന്ന ദൈവജനമെന്ന് അഭിമാനിച്ചിരുന്ന യഹൂദന്മാർക്കുണ്ടായിരുന്നത്. കാരണം ഈ ക്രിസ്തുവിൻ്റെ മർമ്മം എന്താണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടിട്ടില്ലായിരുന്നു. ഒന്ന് രണ്ട് വാക്യങ്ങൾ അതോടുള്ള ബന്ധത്തിലൊന്ന് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ പശ്ചാത്തലം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കാം. ഇപ്പം ഞാൻ ആ വാക്യം മാത്രം എടുക്കുകയാണ്. ആ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അവനോട് അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എന്താണ്? അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും വിജാതീയൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായിട്ട് പെരുമാറ്റം ചെയ്യുന്നത്, അവനുമായിട്ട് ഇടപെടുന്നത്, അവൻ്റെ വീട്ടിൽ ചെല്ലുന്നത്, അവൻ്റെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നത്, അവനുമായിട്ട് കുശലം പറയുന്നത്, അവനുമായിട്ട് സ്നേഹബന്ധത്തിൽ നിൽക്കുന്നത് യഹൂദനെ സംബന്ധിച്ചിടത്തോളം എന്തായിരുന്നു? നിഷിദ്ധമാക്കി വച്ചിരിക്കുകയായിരുന്നു. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പം സമര്യർക്കും യഹൂദന്മാർക്കും തമ്മിൽ സമ്പർക്കമില്ലായിരുന്നു. വിജാതീയരുടെ അടുത്ത് പോകുന്നതും അവരുമായിട്ട് ബന്ധം നിലനിർത്തുന്നതും അതും നിഷിദ്ധമായിരുന്നു. കാരണം യഹൂദൻ്റെ ഉള്ളിൽ വിജാതീയനെക്കുറിച്ചുണ്ടായിരുന്ന ചിന്ത ഇതായിരുന്നു. മറക്കരുത്. അപ്പോൾ ഈ ഒരു കൾച്ചറാണ് യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പ് ജനത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. മനുഷ്യരെ തമ്മിൽ മതിൽ കെട്ടി വേർതിരിക്കുന്ന കൾച്ചർ. സംസ്കാരത്തിൻ്റെ പേരിൽ, വസ്ത്രധാരണത്തിൻ്റെ പേരിൽ, ഭക്ഷണത്തിൻ്റെ പേരിൽ, ജീവിത രീതികളുടെ പേരിൽ ഒക്കെ
മനുഷ്യരെ തമ്മിൽ മതിൽ കെട്ടി വേർതിരിച്ച് നിർത്തുന്ന ഒരു സംസ്കാരമായിരുന്നു യേശുവിൻ്റെ ക്രൂശ് മരണത്തിന് മുമ്പുണ്ടായിരുന്നത്. കാരണം ഈ മർമ്മം അത് വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. ഇനി റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, റോമാലേഖനം 16-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യത്തിൽ 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നിട്ട് ഇപ്പോൾ വെളിപ്പെട്ടു വന്നതും നിത്യദൈവത്തിൻ്റെ നിയോഗപ്രകാരം സകല ജാതികൾക്കും വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി പ്രവാചകന്മാരുടെ എഴുത്തുകളാൽ അറിയിച്ചിരിക്കുന്നതുമായ മർമ്മത്തിൻ്റെ വെളിപ്പാടിനനുസരണമായുള്ള എൻ്റെ സുവിശേഷം. ഞാൻ ഈ വാക്യത്തിലേക്കും പുറകെ വരും. ഇവിടെയും പറയുന്നത് പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നതായിരുന്നു ഈ മർമ്മം എന്നാണ് നമ്മളവിടെയും വായിക്കുന്നത്. പൂർവകാലങ്ങളിൽ മറഞ്ഞിരുന്നതായിരുന്നു ആ മർമ്മം. ഇനി എഫേസ് ലേഖനം തന്നെ അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ, നമ്മൾ നിൽക്കുന്ന ആ 3-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ. അപ്പം ഈ മർമ്മം അനാദികാലം മുതൽ ദൈവത്തിൽ മറഞ്ഞു കിടക്കുകയായിരുന്നു. അത് വെളിപ്പെടുത്തിയില്ലായിരുന്നു. അത് വെളിപ്പെടുത്താത്തത് കൊണ്ട് അന്നത്തെ കാലത്തുള്ളവർ അവർ ഈ ഒരു രീതിയിലായിരുന്നു ചിന്തിച്ചിരുന്നത്, ജീവിച്ചിരുന്നത്. കാരണം അവർക്കത് വെളിപ്പെട്ടില്ലായിരുന്നു. അവരെ കുറ്റം പറയാനായിട്ട് നമുക്ക് പറ്റില്ല. യഹൂദന്മാരെ നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. കാരണം അവർക്ക് ഈ മർമ്മം എന്ത് ചെയ്തിട്ടില്ല, വെളിപ്പെട്ടിട്ടില്ലായിരുന്നു. അല്ലേ? എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന എങ്ങനെയാണ്: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ട്, ഹിന്ദിയിൽ ഞങ്ങൾ പറയും തോടാ കർക്കെ, കുറേശ്ശെ ആയിട്ടാണ് ദൈവം ഇത് വെളിപ്പെടുത്തിയത്. അതെല്ലാം കൂടെ ഒരുമിച്ച് വെളിപ്പെടുത്തിയില്ലായിരുന്നു. അതുകൊണ്ട് അവർക്ക് ഈ മർമ്മം ദൈവം വെളിപ്പെടുത്തിയിട്ടില്ലായിരുന്നു. ആ വെളിപ്പാട് അവർക്ക് കിട്ടാത്തത് കൊണ്ട് അവർ മനുഷ്യരെ തമ്മിൽ വേർതിരിച്ച് കാണുന്ന ഒരു രീതി അവർക്കുണ്ടായിരുന്നു. എന്നാൽ എഫേസ് ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 5-ാം വാക്യത്തിൽ വായിക്കുന്നത്, ആ മർമ്മം ഇപ്പോൾ അവൻ്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അപ്പം മുൻപ് ഇത് വെളിപ്പെട്ടില്ലായിരുന്നെങ്കിലും ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെളിപ്പെട്ടിട്ടുണ്ട്. എപ്പോൾ? പൗലോസ് ആ ലേഖനം എഴുതുമ്പോൾ അത് വെളിപ്പെടുത്തി. ആ മർമ്മം എന്ത് ചെയ്തു, വെളിപ്പെടുത്തി. വാസ്തവത്തിൽ പൗലോസ് ഈ ലേഖനത്തിലൂടെ അല്ല ആ മർമ്മം വെളിപ്പെടുത്തിയത്. അതാണ് അതിനകത്തെ പ്രത്യേകത. എഴുത്തിൽ, അതായത് ഇതൊരു ഡോക്ട്രിനായിട്ട് കൃത്യമായിട്ടിത് ഒരു ഉപദേശമായിട്ട് രേഖപ്പെടുത്തി, ക്രോഡീകരിച്ചൊരു ഉപദേശമായിട്ട് രേഖപ്പെടുത്തി നമുക്ക് ലഭിച്ചത് പൗലോസിൻ്റെ ഈ എഴുത്തിൽ കൂടെയാണ്. എന്നാൽ ഇത് വെളിപ്പെടുത്തിയത് ആർക്കാണ് വെളിപ്പെടുത്തിയത്? വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതായത്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഈ പറയുന്ന കാര്യം ഇത് മനുഷ്യർ വെളിപ്പെടുത്തി കൊടുത്തതല്ല, മനുഷ്യൻ്റെ ബുദ്ധിപ്രകാരം വെളിപ്പെട്ടതല്ല. പിന്നെയോ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത് എപ്പോഴാണ് വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരണം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം തൊട്ട് നമുക്കൊന്ന് വായിക്കണം. അപ്പം അതിനു മുമ്പ്, അത് വായിക്കുന്നതിന് മുൻപ്, ഈ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ വിജാതിയരുടെ ഇടയിൽ നിന്ന് ആദ്യമായിട്ട് ഒരു കൂട്ടം യേശുവിൽ വിശ്വസിക്കുന്ന ചരിത്രമാണ് 10-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. കൊർന്നല്യോസ് എന്ന് പറയുന്ന ഒരു വിജാതീയനായിട്ടുള്ള റോമൻ പട്ടാളക്കാരനും അവൻ്റെ കുടുംബവും അവൻ്റെ വീട്ടിൽ വന്നു ചേർന്ന അവൻ്റെ കുറേ സ്നേഹിതന്മാരും. നമുക്കറിയാം, നേരത്തെ പറഞ്ഞു, ഒരു വിജാതീയൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ അവരാരായിരിക്കും? വിജാതീയരായിരിക്കും. യഹൂദന്മാർ ഒരിക്കലും അവൻ്റെ വീട്ടിലേക്ക് ചെല്ലില്ല. അപ്പം ആ വീട്ടിൽ കൂടി വന്നിരിക്കുന്ന കുറേ വിജാതീയർ, അങ്ങനെ വിജാതീയരുടെ ഒരു ഗ്രൂപ്പ്
യേശുവിലേക്ക് വരുന്ന ആദ്യത്തെ ഒരു ചരിത്രമാണ് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ വായിക്കുന്നത്. അതിൻ്റെ 9-ാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ഒരു ഭാഗമാണ്. അവിടെ അപ്പോസ്തലനായ പത്രോസിന് ഉണ്ടായ ഒരു വെളിപ്പാട് നമ്മൾ വായിക്കുക, ഒരു ദർശനം അവിടെ വായിക്കുകയാണ്. അപ്പം കൊർന്നല്യോസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൈവദൂതൻ കൊർന്നല്യോസിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, നീ ആളയച്ച് പത്രോസിനെ വിളിപ്പിച്ച് പ്രസംഗം കേൾക്കണം എന്ന് പറഞ്ഞപ്പോൾ കൊർന്നല്യോസ് ആളെ വിട്ടിരിക്കുകയാണ്. ആരെ വിളിക്കാൻ? പത്രോസിനെ വിളിക്കാനായിട്ട്. പക്ഷെ പത്രോസിനൊരു പ്രശ്നമുണ്ട്. പത്രോസ് യഹൂദനാണ്. നമ്മൾ 28-ാം വാക്യത്തിൽ നേരത്തെ 10-28 വായിച്ചു. അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധമാണ്. അപ്പം ഇങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുക. ദൈവം അന്യജാതിക്കാരനായ കൊർന്നല്യോസിനോട് പറഞ്ഞു പത്രോസിനെ വിളിക്കാൻ. പക്ഷെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഈ കൊർന്നല്യോസിന് വീട്ടിൽ പോകുന്നത് നിഷിദ്ധമാണ്. അപ്പം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ദൈവം തന്നെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ പത്രോസിനൊരു കാര്യം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. എന്താ വെളിപ്പെടുത്തി കൊടുക്കുന്നത്? 9-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ ഞാൻ ആ ഭാഗം വായിക്കാം. പിറ്റന്നാൾ അവർ യാത്ര ചെയ്ത്, അതായത് കൊർന്നല്യോസ് അയച്ച ആളുകൾ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6-ാം മണി നേരത്ത് പ്രാർത്ഥിക്കുവാൻ വെണ്മാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിക്കുവാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കോണും കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ടൊരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാലിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസെ, എഴുന്നേറ്റ് അറുത്ത് തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം 2-ാം പ്രാവശ്യം അവനോട്, ദൈവം ശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യമുണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തേക്ക് വലിച്ചെടുത്തു. അപ്പം ഇങ്ങനെയൊരു ദർശനമുണ്ടായി. ആ ദർശനത്തിൻ്റെ അർത്ഥം ദൈവാത്മാവ് തന്നെ പറയുന്നുണ്ട്. ദൈവം വിശുദ്ധീകരിച്ചതിന് നീ എന്ത് ചെയ്യരുത്? മലിനമെന്ന് വിചാരിക്കരുത്. അപ്പം നോക്കിക്കേ, ഇനി 17-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ 17-ാം വാക്യത്തിൽ ഈ കണ്ട ദർശനം എന്തായിരിക്കും എന്ന് പത്രോസ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ആളുകൾ പത്രോസിൻ്റെ അടുത്ത് വരുന്നത്. അപ്പം ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ 19-ാം വാക്യത്തിൽ ആത്മാവ് അവനോട് പറയുക, 3 പുരുഷന്മാർ നിന്നെ അന്വേഷിക്കുന്നു, നീ ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ ചെല്ലുക എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ പത്രോസ് പിറ്റേന്നാൾ 24-ാം വാക്യത്തിൽ കൈസരിയയിൽ എത്തുന്നു. കൈസരിയയിൽ എത്തിയിട്ട് അവിടെ വച്ചിട്ടാണ് 28-ാം വാക്യം പൗലോസ് പറയുന്നത്, അന്യജാതിക്കാരൻ്റെ അടുക്കൽ ചെല്ലുന്നതും അവനുമായി പെരുമാറ്റം ചെയ്യുന്നതും യഹൂദന് നിഷിദ്ധം എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. എങ്കിലും ഒരു മനുഷ്യനെയും മലിനനോ അശുദ്ധനോ എന്ന് പറയരുത് എന്ന് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അതുകൊണ്ടാകുന്നു നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. അപ്പോൾ ദൈവം തൻ്റെ അപ്പോസ്തലന് വെളിപ്പെടുത്തി കൊടുത്തു, ഒരു മനുഷ്യനെയും മലിനനെന്നും അശുദ്ധനെന്നും പറയരുത്. അത് വെളിപ്പെടുത്തി കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾ ആളയച്ചപ്പോൾ ഞാൻ എതിർ പറയാതെ വന്നത്. അല്ലായിരുന്നെങ്കിലോ ഞാൻ വരത്തില്ലായിരുന്നു എന്ന് തന്നെയാണ് പത്രോസ് പറയുന്നത്. ഈ ദർശനം, ഈ ഒരു വെളിപ്പാട് എനിക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാനിവിടെ വരില്ലായിരുന്നു. കാരണം നിങ്ങൾ വിജാതീയരാണ്, നിങ്ങളുമായിട്ട് സംസർഗം പാടില്ല. എന്നാൽ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നു. ആ വേർപാടിൻ്റെ നടുച്ചുവര് ക്രിസ്തു ക്രൂസിൽ ഇടിച്ചു കളഞ്ഞു എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത് കൊണ്ടാണ് ഞാൻ വന്നത് എന്ന്. എങ്ങനെ? തൻ്റെ ആത്മാവിനാൽ. തൻ്റെ ആത്മാവിനാൽ. പ്രിയമുള്ളവരെ, ഈ വെളിപ്പാട് കിട്ടാതിരുന്ന സമയത്ത് അവർ മറ്റുള്ളവരെ വിധിക്കുകയും മറ്റുള്ളവരെ മാറ്റി നിർത്തുകയും അവരശുദ്ധരാണെന്നും അവരുടെ ജീവിതശൈലിയും സംസ്കാരവും ഭക്ഷണരീതിയും വസ്ത്രധാരണവും ഒക്കെ കണ്ട് അവർ അശുദ്ധരാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നു.
പക്ഷെ ഈ വെളിപ്പാട് കിട്ടിയ ദൈവസഭ ഇനിയും അതുപോലെ ചെയ്യരുത്. ഇനി അതുപോലെ ചെയ്യരുത്. കാരണം കർത്താവ് തൻ്റെ അപ്പോസ്തലനെ വെളിപ്പെടുത്തി കൊടുത്തത് ഒരു മനുഷ്യനെയും അശുദ്ധനെന്നോ മലിനനെന്നോ എണ്ണി മാറ്റി നിർത്തരുത്, അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനാണ് കർത്താവ് പറഞ്ഞത്. ഇതാ ഞാൻ ആദ്യം പറഞ്ഞത്, ആരെയും മാറ്റി നിർത്താൻ സഭയ്ക്ക് അനുവാദമില്ല. ഞാൻ പറഞ്ഞത്, നമ്മൾ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ പാപം ചെയ്യുന്ന, തെറ്റ് ചെയ്യുന്ന വിശ്വാസികളെ, അതായത് തെറ്റിൽ വേദപുസ്തകം ചെയ്യരുതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന പാപം, കൽപ്പനകൾ ലംഘിക്കുന്ന, തുടർച്ചയായിട്ട് ലംഘിക്കുന്ന ദൈവമക്കളെ, വിശ്വാസികൾ എന്ന പേരുള്ളവരെ, അവരെന്ത് ചെയ്യാം? തിരുത്താനായിട്ട്, അവരുമായിട്ടുള്ള സംസർഗം വേർതിരിക്കാനായിട്ട് ബൈബിള് നമുക്ക് അനുവാദം തരുന്നുണ്ട്. എന്നാൽ ഒരാളുടെ സംസ്കാരത്തിൻ്റെ പേരിലോ വസ്ത്രധാരണത്തിൻ്റെ പേരിലോ മുടിയുടെ നീളത്തിൻ്റെ പേരിലോ ഭക്ഷണത്തിൻ്റെ പേരിലോ ഒരാളെ വേർതിരിക്കാനായിട്ട് ദൈവവചനം നമുക്ക് അനുവാദം തരുന്നില്ല. ഞാനതാ പറഞ്ഞത്. പാപത്തെ നിസ്സാരമായിട്ട് കാണണമെന്നല്ല ഞാൻ പറഞ്ഞത്. ബൈബിൾ വ്യക്തമായിട്ട് വിലക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ തുടർച്ചയായിട്ട് ചെയ്തു പോകുന്നവരെ തിരുത്തേണ്ടതിനായിട്ട് സഭയ്ക്ക് അവരുമായിട്ടുള്ള സംസർഗം കട്ട് ചെയ്യാം. അത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നതാണ്. പക്ഷേ സംസ്കാരത്തിൻ്റെ പേരിലോ ജീവിതശൈലിയുടെ പേരിലോ ഭക്ഷണത്തിൻ്റെ പേരിലോ വസ്ത്രധാരണത്തിൻ്റെ പേരിലോ ഒന്നും ആരെയും അകറ്റി നിർത്താനായിട്ട് സഭയ്ക്ക് അധികാരമില്ല. നെവർ, മറക്കരുത്. അവിടെ അവരെ ചേർത്ത് പിടിക്കാനാണ് കർത്താവ് പറയുന്നത്, ദൈവം പറയുന്നത്. കാരണം ക്രൂസിൽ കർത്താവ് ആ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. ഞാനെന്തോ ദൈവത്തിൻ്റെ അടുത്തയാളാണെന്നും എൻ്റെ സഭയിലല്ലാത്തവർ, എൻ്റെ സഭയിൽ വരാത്തവർ ഒക്കെ എന്തോ മഹാപാപികളാണെന്നും ചിന്തിച്ച് അവരെ മാറ്റി നിർത്തണം. അവർ പാപികളായിക്കൊള്ളട്ടെ, പക്ഷെ അവരെ മാറ്റി നിർത്താൻ സഭയ്ക്ക് ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. അവരെ ചേർത്ത് പിടിക്കാനാണ് ദൈവം പറഞ്ഞത്. അതാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷം, അതാണ് ക്രിസ്തുവിൻ്റെ മർമ്മം. അതിന്നും പലർക്കും വെളിപ്പെട്ട് കിട്ടാത്തതിൻ്റെ കാരണം പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിലല്ലാത്തത് കൊണ്ടാണ്. തങ്ങൾ പഠിച്ചിരിക്കുന്ന ചില മാനുഷിക കൽപ്പനകളായ പാരമ്പര്യങ്ങളും പ്രമാണങ്ങളും ഒക്കെ വച്ചിട്ട് മനുഷ്യരെ വേർതിരിക്കുകയും അവരെ തള്ളിക്കളയുകയും അവരെ വിധിക്കുകയും അവരെ കുറ്റം പറയുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവം ഇന്നും നമ്മളിലും നമ്മുടെ സഭകളിലും ഉള്ളതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാവ് യഥാർത്ഥമായിട്ട് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം. കാരണം പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത് ഇതാണ്. പൂർവ്വകാലങ്ങളിൽ ഇത് മറഞ്ഞു കിടക്കുകയായിരുന്നു. പക്ഷേ ഇന്നത് തൻ്റെ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അത് വെളിപ്പെടുത്തി അപ്പോസ്തലനായ പൗലോസ് ഈ ലേഖനത്തിലൂടെ അത് ദൈവസഭയ്ക്ക് പരസ്യമായിട്ട് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. Now it is revealed. It is no more a mystery. അതിനെ ഒരു മർമ്മം, രഹസ്യമല്ല. കാരണം ദൈവം അത് വെളിപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഞാൻ പറയുന്നത് ദൈവസഭയുടെ ദൗത്യം സ്നേഹത്തിൽ മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നതാണ്. അതാണ് ദൗത്യം. നമ്മളിത് മനസ്സിലാക്കണം. കർത്താവ് ആരുടെ കൂടെയായിരുന്നു കൂടുതലും നടന്നത്? മഹാപുരോഹിതന്മാരുടെ കൂടെയും ശാസ്ത്രിമാരുടെ കൂടെയും പരീശന്മാരുടെ കൂടെയുമാണോ കർത്താവ് നടന്നത്? അല്ലല്ലോ. കർത്താവ് നടന്നത് ചുങ്കക്കാരുടെയും പാപികളുടെയും വേശ്യമാരുടെയും ഒക്കെ കൂടെയായിരുന്നു കർത്താവ് നടന്നത്. കാരണം എന്താ? അവരെ സമൂഹം തള്ളിക്കളഞ്ഞതാണ്. സമൂഹം അവരെ അംഗീകരിക്കാത്തതാണ്. അവർക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക്
വരാനായിട്ട് കഴിയാത്ത രീതിയിൽ സമൂഹം അവരെ മാറ്റി നിർത്തിയതാ. കർത്താവ് അവരുടെ കൂടെയാണ് നടന്നത്. ഇന്നും കർത്താവിന് മാറ്റമില്ല കേട്ടോ. കാരണം എബ്രായ ലേഖനം പറയുന്നത് അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാ, മാറ്റമില്ലാത്തവനാണ്. അവൻ അന്ന് അങ്ങനെയാണ് നടന്നതെങ്കിൽ ഇന്നും അവൻ അങ്ങനെ തന്നെയാണ് നടക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. സുവിശേഷത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് സമൂഹമാകട്ടെ, സഭയാകട്ടെ, വേദശാസ്ത്രമാരാകട്ടെ, പാസ്റ്റർമാരാകട്ടെ, നേതാക്കന്മാരാകട്ടെ, ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തുന്ന, നിന്നെ സ്നേഹത്തോടെ ചേർക്കുന്ന ഒരു യേശുവിൻ്റെ സന്ദേശമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് സഭകൾ അത് വികലമാക്കാനായിട്ട് ശ്രമിച്ചാലും, നേതാക്കന്മാർ അത് വികലമാക്കാനായിട്ട് ശ്രമിച്ചാലും, വിശ്വാസികൾ അത് വികലമാക്കാനായിട്ട് ശ്രമിച്ചാലും, പാസ്റ്റർമാരും അച്ഛന്മാരും അത് വികലമാക്കാനായിട്ട് ശ്രമിച്ചാലും അതൊരിക്കലും വികലമാകത്തില്ല. കാരണം ക്രിസ്തുവിന് മാറ്റമില്ല. അതാണ് സുവിശേഷത്തിൻ്റെ സന്ദേശം എന്ന് പറയുന്നത്. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ പരാജയങ്ങൾ എന്തുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ സമൂഹം മാറ്റി നിർത്തുന്ന നിങ്ങളുടെ രീതികൾ എന്തുമാകട്ടെ, യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥ നിയന്ത്രണത്തിലുള്ളവരും അവരും നിങ്ങളെ ചേർത്ത് പിടിക്കാനായിട്ട് തയ്യാറായിരിക്കും. അതാണ് സഭ. ദാറ്റ് ഈസ് ദ ചർച്ച്. മറ്റുള്ളതൊക്കെ ഒരു ക്ലബ്ബാണ്. ക്ലബിനൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ക്ലബിൽ ആ ക്ലബ്ബുകാർ വച്ചിരിക്കുന്ന കുറേ സിസ്റ്റം ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട്. അതിനനുസരിച്ച് പോകുന്നവർക്ക് ക്ലബിൽ മെമ്പർഷിപ്പ് കിട്ടത്തുള്ളൂ. പക്ഷെ ചർച്ച് എന്ന് പറയുന്നത് അതല്ല. ഏത് കൊടും പാപിക്കും വരാവുന്ന ചർച്ച്. അവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, സ്വീകരിക്കാനായിട്ട് നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അവരെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ, അവരെ വിധിച്ച് മാറ്റി നിർത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ, നമ്മുടെ വാക്കുകളിലൂടെയും നമ്മുടെ നോട്ടത്തിലൂടെയും നമ്മുടെ ഇടപെടലുകളിലൂടെയും അവരെ വേദനിപ്പിക്കാനും മുറിപ്പെടുത്താനുമാണ് നമ്മൾ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ നാം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടിട്ടില്ല എന്നുള്ളത് മറക്കരുത്. അത് സഭയല്ല. അത് സഭയല്ല. എൻ്റെ വാക്കുകളിലൂടെ അവസാനിപ്പിക്കുക. പ്രിയമുള്ളവരെ, ഈ മർമ്മം പണ്ട് വെളിപ്പെട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും വെളിപ്പെടുത്തിയത് അവൻ തൻ്റെ വചനത്താൽ നമുക്ക്, തൻ്റെ വചനത്തിലൂടെ അവൻ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതനുസരിക്കാനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം. മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ആ സ്നേഹത്തിൻ്റെ സാക്ഷികളായിട്ട്, യേശുവിൻ്റെ സാക്ഷികളായിട്ട് നമുക്ക് നിൽക്കാം. നമ്മുടെ സഭകൾ അങ്ങനെ ആയിത്തീരട്ടെ. നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതം അങ്ങനെ ആകട്ടെ. തകർക്കാൻ ആർക്കും കഴിയും. ഒറ്റ സെക്കൻഡ് മതി തകർക്കാനായിട്ട്. പക്ഷേ പണിയാണ് മക്കളെ. നിങ്ങൾക്കൊരു ബിൽഡിങ് തകർക്കണമെങ്കിൽ ഒരു JCB വിളിച്ച് ഒരു 10 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് തകർക്കാൻ എളുപ്പമാണ്. പക്ഷേ പണിയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ തകർക്കുന്നവരാണോ പണിയുന്നവരാണോ? പണിയാം. നെഹമ്യാവ് പറഞ്ഞതുപോലെ നാം ഇനിയും നിന്ന പാത്രമാകാതിരിക്കേണ്ടതിന് നമുക്ക് എഴുന്നേറ്റ് പണിയാം. മറ്റുള്ളവരെ പണിയുന്ന ശുശ്രൂഷ നമുക്ക് ഏറ്റെടുക്കാം. അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.